കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥ ലോബികൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി വിഭാഗം രംഗത്ത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3000-ഓളം പട്ടയങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിതരണം ചെയ്തുവെങ്കിലും ഇപ്പോൾ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ജില്ലയിലെ എല്ലാ കർഷകർക്കും പട്ടയം എന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 3000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകി പട്ടയ വിതരണം നടത്തണമെന്ന ഉത്തരവുണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥ ലോബികൾ പട്ടയ നടപടികൾ അട്ടിമറിക്കുകയാണെന്ന് ഊരുമൂപ്പൻ കൃഷ്ണകുമാർ ആരോപിക്കുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഗവൺമെൻറ് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഉദ്യോഗസ്ഥ ലോബികൾ ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ LA ഓഫീസ് വഴി കയറി ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റിന് നിരന്തര അപേക്ഷകളും പരാതികളും കൊടുക്കുമ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആദിവാസി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പട്ടയം തരാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടയം ഇവിടെയുള്ള കൃഷിക്കാർക്ക് കൊടുക്കാതെ ഇത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായും ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ട് ഈ പട്ടയ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഊരുമൂപ്പനായ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ 18 കോളനിയിലെയും ആദിവാസികൾ ഇനി കളക്ടറേറ്റ് മുമ്പിൽ സമരം നടത്താൻ തീരുമാനിക്കുവാൻ അടുത്ത ദിവസം ഞങ്ങൾ മൊത്തത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നിലവിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സർവേ നടപടികൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിലെ 19 ആദിവാസി ഊരുകളിൽ നിന്ന് ജനങ്ങളെ പങ്കെടുപ്പിച്ചു കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ആദിവാസി മൂപ്പൻ കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.